എന്നാന്ന് പറഞ്ഞിരുന്നത് മനസ്സിലായോ? വിഷു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാ അപ്പൊ എനിക്ക് ഓർമ്മയാവാറായിട്ടില്ല. ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് പോകുന്നത്. മരുമകൾ അതിധൈര്യമായിട്ട് ആദ്യത്തെ വിഷു ആഘോഷിക്കാൻ. വിഷുവിന് ഇവിടെ പടക്കം പൊട്ടിക്കില്ല ഗൈസ്. കുലിച്ച് ശുണ്ടരിയായി. തല്ലോട് തല്ല് തല്ല് കണി കാണും നേരം കമല നേത്രൻ. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ തേസാറിൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിഷുവിന് മേടിക്കാൻ പോകുന്ന കുറച്ച് സാധനങ്ങളും അതുപോലെ വിഷുവിൻ്റെ കണിയൊരുക്കലും പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വിഷു ആഘോഷിക്കുന്നൊക്കെയാണ്. അപ്പോൾ ഗുൽസുവിൻ്റെ ആദ്യത്തെ വിഷുവാണ്. ഹലോ ഗുൽഷു, ഗുൽസുവിൻ്റെ ആദ്യത്തെ വിഷുവാണ്. ഗുൽസുവിൻ്റെ ആദ്യത്തെ ഓക്കെ അത്ര സ്ക്രീൻ മതി. അപ്പോൾ ഗുൽസുവിൻ്റെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് പോകുന്നത്. ഹലോ ഹലോ ബാനുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. പലരും മുന്നേ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് അല്ലേ താര ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണ്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. ഇന്ന് ഞങ്ങൾ അടൂര് പോവാണ്. പറക്കോട്ട് പോവാണ്. തേസേട്ടനുണ്ട്, തേസേട്ടൻ്റെ അച്ഛനുണ്ട്. ഹലോ തേസേട്ട, ഹലോ ഹലോ ആൻറ്റി, ഹലോ ബാനു, ഹലോ ഗുച്ചു, ഹലോ. ഓക്കെ, അപ്പോ ചേച്ചി അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ. അയ്യോ ഒരു മിനിറ്റ്, ഗുൽസു അല്ലോ. ഓക്കെ, അപ്പോൾ ഗുൽസു അതിൻ്റെ ഇടയിൽ വാശി പിടിച്ച് ഉറക്കം വന്നിട്ടാണ്. അപ്പോൾ ഗുൽസു ഉറങ്ങി. പിന്നെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്, താര ചേച്ചിയുടെ കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ താര ചേച്ചി ഞങ്ങൾക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യായിരുന്നു. പിന്നെന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാനു എന്തൊക്കെയാ വിഷുവായിട്ട് പരിപാടി? സുഖമായിരിക്കണം. വിഷുവായിട്ട് എന്താ പരിപാടി? ഒന്നുമില്ല, സ്കൂളൊക്കെ പൂട്ടി, ഹാപ്പി വെക്കേഷൻ. എനിക്ക് ചെയ്യാൻ അച്ഛൻ ഇവിടെ എപ്പോഴും വീശിക്കൊണ്ടിരുന്ന ഒരു വിഷയം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നോണ്ടേ പിടിക്കുന്ന ഇത് നോക്കാം. ഇത് അല്ല അത് പിടിക്കല്ലേ, അതേ പിടിക്കാം. താഴെ വീണം നേരെ ഇതല്ലേ. ഞങ്ങൾക്കില്ല. മതിലിടിക്കല്ലേ. എന്താ വിചാരിച്ച അതൊക്കെ അടിച്ചറിയാം.
ചേച്ചിയുടെ ബിരിയാണി നല്ലതായിരുന്നു. ചിക്കൻ ഫ്രൈ നല്ലതായിരുന്നു. കൊഞ്ച് നല്ല കൊഞ്ചിയ കൊഞ്ചായിരുന്നു. നല്ല കൊഞ്ചായിരുന്നു. സൂപ്പ് നല്ലതായിരുന്നു. ഡെസേർട്ട് നല്ലതായിരുന്നു. ചായ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ചിത്തേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിഷു കണിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ കയറി. ആദ്യം നമുക്ക് വേണ്ട ഫ്രൂട്ട്സ്, പിന്നെ ഞങ്ങളൊരു പൂജാ സ്റ്റോറിൽ കയറി. നമുക്ക് വേണ്ട മഞ്ഞപ്പട്ട്, കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം, ഇവിടെ ചെറിയ വിഗ്രഹമാണ്, അപ്പോൾ ഇത്തിരി വലിയൊരു ഇത് തിരുവുടയാട. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ തിരുവുടയാട. അപ്പം ഞാൻ അവിടെ നിലത്തിരുന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തിരുവുടയാട സെലക്ട് ചെയ്യാൻ നോക്കുകയായിരുന്നു. മേഡം മരുമകൾ അതിധൈര്യമായിട്ട് സിറ്റിയിലൂടെ പോയി ഉരുളി വാങ്ങിക്കാനായിട്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല, കുറച്ച് സാധനങ്ങളായിട്ടാണ് മേടിച്ചത്. ഇവിടെ വളരെ മിനിമലായിട്ടാണ് കണി ഒരുക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ചൊന്ന് ഗ്രാൻഡാക്കാം. ഭയങ്കര ഗ്രാൻഡ് അല്ല, പക്ഷെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ. ഇതെവിടെ പരിപാടി? നമ്മളിവിടെ കണി ഒരുക്കാൻ പോണു. അയ്യോ, ഗുൽസയുടെ നമ്മൾ അങ്ങനെ ഉത്സവന്റെ ആദ്യത്തെ വിഷു ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ എന്താ, എനിക്ക് പല അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. എന്താ? വിഷുവിന് ഇവിടെ പടക്കം പൊട്ടിക്കില്ല ഗൈസ്. ഇവിടോട്ടൊന്നും പടക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പ്രാവശ്യം വളരെ ന്യൂ ഇൻഫോർമേഷൻ. പക്ഷെ നമ്മള് വാങ്ങിച്ചിട്ടില്ല പടക്കം. മേടിച്ചു. പടക്കം എന്ന് പറയാൻ പറ്റില്ല, കമ്പിത്തിരി അധികം ഹാംഫുൾ അല്ല. പിന്നെ അധികം കത്തിക്കുന്നില്ല. ഇവിടെ മത്താപ്പ് എന്നാ പറയാ, നമ്മുടെ അവിടെ പൂക്കുറ്റി എന്ന് പറയും. കേട്ടിട്ടില്ലേ? അടിമോനെ പൂക്കുറ്റി. പക്ഷെ ഇവിടെ പൂക്കുറ്റി എന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായില്ല. ഇവിടെ ഞാൻ കടയിൽ പോയിട്ട് പൂക്കുറ്റി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏതോ നാട്ടിൽ അടിച്ചു പൂക്കുറ്റിയാവുന്നേ പറയാറുള്ളൂ. പക്ഷെ മത്താപ്പ് അച്ഛനെ നന്നായിട്ടറിയാം. അവിടെ മത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തീപ്പെട്ടി പോലെ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഉരച്ച് കത്തിക്കാൻ പറ്റുന്ന കമ്പിത്തിരികയാണ് പറയാ. കമ്പിത്തിരി അല്ല, ഇങ്ങനെ കത്തിക്കുന്ന സാധനം. ഇല്ല, നമ്മൾ ഇത്ര ഗ്രാൻഡ് ആയിട്ടൊന്നും ഇല്ല. ഞങ്ങളിങ്ങനെ ഗ്രാൻഡ് ആയിട്ടൊന്നും വിഷു ആഘോഷിക്കാറില്ല. ഞാൻ ഫുള്ള് സാധനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഈ വിഷു കണിയില് വളരെ ചേച്ചി മെയിൻ സംഭവം വെച്ചില്ല. എന്താ? കണിക്കൊന്ന. എന്നിട്ടാ കണി റെഡിയായിരുന്നു. നമ്മൾ എന്തിനാ കണിക്കൊന്ന വെക്കണത്? അപ്പൊ ഗോൾഡിന് പകരം സ്വർണ്ണ കളറുള്ള ഈ കണിക്കൊന്നയാണ് കണിയിൽ വെച്ചിരുന്നത്. അങ്ങനെയാണ് ഇതിനെ കണിക്കൊന്ന എന്ന് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കണി സെറ്റായി, നമുക്ക് സ്ലീപ്പ് ചെയ്യാം. എന്നിട്ട് നാളെ കണി കാണാം. വരൂ, എണീക്കണ്ടേ 3 മണിക്കൂർ കഴിഞ്ഞ്. വിഷു 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 വേണ്ട.
അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ഇതാ റെഡിയായി. പ്രാവശ്യം അങ്ങനെ സാരി ഒന്നും എടുക്കുന്നില്ല, കാരണം ഞാനൊരു സാരിയൊക്കെ എടുത്ത് സെറ്റാക്കി, പക്ഷെ ബ്ലൗസും എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ നോർമൽ ചുരിദാറാണ് ഇടുന്നത്, ഒരു സൽവാർ. കുളിച്ച് ശുണ്ടിരിയായി. ആരെയും മുടി പറ്റിച്ച് വെച്ചേക്കുന്ന അമ്മയാണോ? അമ്മ അടിക്കണോ? കൊടുക്കിട്ടുണ്ടോ? അതെല്ലാ അമ്മമാർക്കും കുട്ടികളുടെ മുടി ഒന്ന് പറ്റിച്ച് വെച്ച് കൊടുക്കാൻ തോന്നുന്നു. ഇവിടെ ഹലോ അല്ല ജുൽസു, ഞങ്ങളുടെ കൈതീട്ടൊക്കെ ചോദിച്ചു. ഇനി എനിക്ക് താഴത്ത് എന്നെ പിടിച്ച് കാലത്തെ വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ കുട്ടിക്കാലത്തെ വിഷു ഓർമ്മകളെന്ന് പറയുമ്പോഴേ, അന്ന് ഒരു കൂട്ടുകുടുംബമായിരുന്നല്ലോ നമ്മുടെ. അപ്പൂപ്പനെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയില്ലായിരുന്നു, പിന്നെ അമ്മയുടെ വീട്ടുകാര്, അമ്മയുടെ അച്ഛനൊക്കെ അന്ന് ഈ നാണയമാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. നാണയം 1 രൂപയൊക്കെ. കാരണം അന്ന് ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കണം. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളെയും നിലത്ത് നിർത്തി മുന്നോട്ട് പിടിപ്പിച്ച് നാണയം കൊടുക്കും. വളരെ നല്ല ഓർമ്മകളായിരുന്നു. ഏറ്റവും സന്തോഷമുള്ള ഒരു ഓർമ്മകൾ വിഷു ആയിരുന്നു. കാരണം എല്ലാവരും കൂടെ കൊല്ലത്ത് അച്ഛൻ്റെ വീട്ടിൽ കൂടും. ആശ്രാമത്തായിരുന്നു വീട്. കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഏറ്റവും നല്ല ഉത്സവം അവിടാണ്. അപ്പം അച്ഛൻ്റെ അമ്പലത്തിൽ എൻ്റെ വിഷു ഓർമ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിൽ പൈസ കിട്ടുന്നതും ആ പൈസയ്ക്ക് പോയി പുളിമുട്ടായി വാങ്ങിക്കുന്നതും, ആ പുളിമുട്ടായി വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മ എന്നെ കുതിരെ തല്ലുന്നതും, പിന്നെ അന്ന് മൊത്തം തല്ലോട് തല്ല് തല്ലോട് തല്ല് 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 അതാണ് വിഷുത്തല്ല്. ഗുൽസുവിന്റെ വിഷു ഓർമ്മകൾ എന്തൊക്കെയാ ഗുൽസു? എൻ്റെ വിഷു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാ അപ്പൊ എനിക്ക് ഓർമ്മയാവാറായിട്ടില്ല. കൈ വായേല് തിരുക ഇങ്ങനെ. രണ്ടുപേരും വിഷുവിനെ ഓർമ്മിപ്പിക്കുന്ന പാട്ട്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണി. നോട്ടിനെന്താ ഒരു കളർ മാറ്റം? അങ്കിള് ഇതിന്റെ അപ്പുറത്തൊരു പെണ്ണോണ്ട് ഒരു പൂജ്യം കൂടി ഇട്ടിട്ടുണ്ട്. ഇല്ലില്ല, മൂത്തവരല്ലേ ഇളയവർക്ക് കൊടുക്കുക. മൂത്തവരല്ലേ ഇളയവർക്ക് കൊടുക്കുക. വല്ലാത്തൊരു കാലിവിടുത്തെ കാല് വലിച്ചു. നെക്സ്റ്റ് ടോക്കൺ നമ്പർ. അപ്പോ സദ്യയൊക്കെ
വിഭവങ്ങളൊക്കെ തേച്ചേട്ട അമ്മ റെഡിയാക്കി കഴിഞ്ഞു. അപ്പൊ എനിക്ക് ആകെ അറിയുന്നൊരു കാര്യമാണ് പായസം വെക്കുക. സ്ഥിരം സേമിയ പായസം. തേച്ചേട്ട അച്ഛനും അമ്മയും കുടിച്ചിട്ടില്ല. അപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കി വെക്കാം. പാവന്റെ കുറ്റനൊന്നും കേച്ചാ പറ്റില്ല. ഒരു മിനി സദ്യ വിത്ത് പായസം. ട്രെയിനോ ഞാൻ മുഴുവനും കാണാം. അപ്പൊ അതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മുടെ ചെറിയൊരു വിഷു ആഘോഷമായിരുന്നു. എന്റെ ചുറ്റൂടെ ഫസ്റ്റ് വിഷു ആയിരുന്നു കൊച്ചു. കൊച്ചിന് ചൂടെടുത്ത് പരിപ്പിളകിയിരിക്കുകയാണ്. അപ്പൊ ഒന്നും കൂടി നമ്മുടെ ഫാമിലിയുടെ പേരിൽ എല്ലാവർക്കും, നമ്മുടെ വ്യൂവേഴ്സിനും അല്ലെ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.